ഹലോ ഗായ്സ്, എല്ലാവർക്കും ഓൾ അബൌട്ട് സ്പോർട്സിലേക്ക് സ്വാഗതം. സ്പോർട്സ് റിലേറ്റഡ് ആയ ചെറിയ ചെറിയ കണ്ടന്റുമായി നമ്മൾ കൂട്ടുകാർ കൊടുക്കുന്ന ഒരു ചെറിയ ചാനലാണിത്. അപ്പോൾ അഭി, എന്താണ് ഈ ഓൾ അബൌട്ട് സ്പോർട്സ്? ഓൾ അബൌട്ട് സ്പോർട്സ് എനിക്കിത് വെച്ച് തോന്നിയെന്ന് വെച്ചാല് നമുക്കറിയുന്ന സ്പോർട്സ് റിലേറ്റഡ്, അത് ഏത് സ്പോർട്സ് ആണെങ്കിലും ആവാം, ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, F1 ഏത് ആയാലും നമുക്കറിയുന്ന ഒരു നോളജ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. ആൻഡ് നമുക്ക് തോന്നുന്ന ഗെയിംസ് അല്ലെ ഏതൊരു ഇവന്റ് നടന്നാലും നമ്മളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം, റിവ്യൂ, ഒരു അനാലിസിസ് അതൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വെറുതെ സംസാരിക്കുന്നത്, നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു, അത് കാണാനുള്ള വ്യൂവേഴ്സിനും അത് ഇൻട്രസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. സേതുവിന് എന്ത് തോന്നുന്നു? നമ്മളിപ്പോ കുറെ സ്പോർട്സ് അനാലിസ്റ്റും അത് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഓരോ ഗെയിം കഴിഞ്ഞാൽ. ഇപ്പൊ ഫുട്ബോൾ ആണെങ്കിലും ശരി, ക്രിക്കറ്റ് ആണെങ്കിലും ശരി. പക്ഷെ മലയാളത്തിൽ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട്, പക്ഷെ അത്ര ഒരു ഇതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സോ നമ്മൾ തന്നെ ഇപ്പോൾ എല്ലാ കളിയും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതൊരു ഓഡിയൻസിനെ കൂടി കാണിച്ചു കഴിഞ്ഞാൽ ലൈക്ക് അവർക്കൊരു ചില ഗെയിംസിന് വേറെ പെർസ്പെക്റ്റീവ്സ് അവർക്ക് അറിയാൻ പറ്റും എന്നുള്ള രീതിയിൽ. സോ നമ്മളൊരു മലയാളത്തില് പ്യുവർലി മലയാളം ബേസ്ഡ് ഓഡിയൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടൊരു അനാലിസിസ് ചാനൽ, എല്ലാ സ്പോർട്സും ഉൾപ്പെടെ അഭി പറഞ്ഞ പോലെ. സോ അതാണ് നമ്മുടെ ചാനൽ. സേതുവിന്റെ അഭിപ്രായത്തിൽ അതാണ്. വരുണിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഈ ചാനൽ? ഇപ്പോ നമ്മൾ 2026 ഇപ്പൊ യങ് ജനറേഷൻ എല്ലാവരും ഇപ്പൊ ഫോണിലാണ്. അതിന്റെ കാരണം അവർ ഫോണിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ അവർക്ക് ഇത് നോക്കാം, എന്താ കളിക്കണം, നമ്മൾ എങ്ങനെയായി ഗെയിംസ് ഗ്രോ ആവണം, ഏതൊക്കെ കൺട്രിയിൽ എന്തൊക്കെ ഗ്രോ ആവുന്നുണ്ട്, ഏതൊക്കെ കൺട്രി കളിക്കേണ്ട എന്തൊക്കെ ഗെയിംസ് ഉണ്ട്, അതൊക്കെ നമുക്ക് പറയാം. വാട്ട് അബൌട്ട് യു റോഷൻ? ഇതന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബേസിക്കലി നമുക്ക് നമ്മുടെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ തന്നെ 5 ആൾക്കാരുണ്ട്, 5 ആൾക്കും മറ്റേ 5 പെർസ്പെക്റ്റീവോ. അപ്പോൾ ആ പെർസ്പെക്റ്റീവ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതായത് നമുക്കൊരു വൈഡർ ഓഡിയൻസിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. നമുക്ക് മെയിനായിട്ട് നമ്മൾ ഈ സ്പോർട്സും കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്കും കൂടി നമുക്കറിയുന്ന നോളേജ് ബാക്കിയുള്ളവർക്കും കൂടി നമ്മളാണ്ട് പകർന്നു കൊടുക്കുക. അതാണ് മെയിനായിട്ട്. പിന്നെ ഗെയിം അത്ര പോപ്പുലർ അല്ലാത്ത ആൾക്കാരിലായിട്ട് ഈ ഗെയിം എന്താണെന്നും മറ്റേ ഗെയിം എങ്ങനെ ഫോളോ ചെയ്യണമെന്നും കൂടി നമ്മൾ മാക്സിമം ഷെയർ ചെയ്യാം. അതാണ് നമ്മൾ മെയിനായിട്ട് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ നാട്ടിൽ വൈകുന്നേരങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്നുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട കളികൾ, ക്രിക്കറ്റ് ആവാം, ഫുട്ബോൾ ആവാം, വോളിബോൾ ആവാം, എന്തോ ആവാം, ആ സ്പോർട്സിനെ കുറിച്ച് ഒരു ചെറിയ സ്വറ പറച്ചിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.